ഖുദ് സേ പ്യാർ എന്ന കവിതയ്ക്ക് ശേഷം 7ാം ക്ലാസ്സിന്റെ അടുത്ത പാഠം സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറയുന്ന ഗാലിബ് കലീമിന്റെ ഒരു ലേഖനമാണ്. സാഫ് സഫായി എന്ന് പറഞ്ഞാൽ ക്ലെൻലിനെസ്, അവൽ എന്ന് പറഞ്ഞാൽ പ്രഥം ശ്രേണിക, ആദ്യ സ്ഥാനത്ത് നിൽക്കുന്ന, വൃത്തിയിൽ ആദ്യ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രാമം. അപ്പോൾ ഏഷ്യാസ് ക്ലീനസ്റ്റ് വില്ലേജ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 2013 തിരഞ്ഞെടുക്കപ്പെട്ട മാവ്ലിനോങ്, മേഘാലയയിലെ മാവ്ലിനോങ് എന്ന ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് ഈ പാഠം. ഏഷ്യ കാ സബ്സെ സാഫ് സുഥര ഗാവ്, സബ്സെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മാവ്ലിനോങ് മേഘാലയ മേ ഹെ, മാവ്ലിനോങ് മേഘാലയയിലാണ്. साल 2003 में, साल 2003 എന്ന വർഷത്തിൽ इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया. के तौर पर എന്ന് പറഞ്ഞ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഏത് രീതിയിൽ? ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. इस गांव की सबसे बड़ी खासियत यह है कि ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ വിശേഷത എന്തെന്നാൽ यहाँ की सारी साफ सफाई गाँव वाले खुद ही करते हैं. ഇവിടെ മുഴുവൻ വൃത്തിയാക്കൽ പരിപാടികളും ആരാണ് ചെയ്യുന്നത്? ഗാവ് വാലെ ഖുദ് ഹി കർത്തെ ഹെ, ഗ്രാമവാസികൾ സ്വയമാണ് ചെയ്യുന്നത്. സ്വച്ഛതാ കെ ലിയെ, ശുചിത്വത്തിന് വേണ്ടി യഹാം കെ ലോഗ്, ഇവിടെയുള്ള ആൾക്കാർ കിസി തരഹ് സെ പ്രശാസൻ പർ നിർഭർ നഹി ഹെ, ഒരു തരത്തിലും ഭരണകൂടത്തെ ആശ്രയിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു ഹരിതകർമ്മ സേനക്കാരും പ്ലാസ്റ്റിക്കും പേപ്പറുകളും ഒക്കെ ഒന്നും എടുക്കാനൊന്നും വരുന്നില്ല. ഒരു തരത്തിലുള്ള ഗവൺമെന്റ് പരിപാടികളും ഓർക്കില്ല. इस छोटे से गांव में प्लास्टिक पूरी तरह से प्रतिबंधित है. ഈ കുഞ്ഞു ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് മുഴുവനായും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. पूरे गांव में जगह जगह बांस से बने हुए डस्टबिन लगाए गए. മുഴുവൻ ഗ്രാമത്തിലും ജഗഹ് ജഗഹ്, ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥലം, ജഗഹ് ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥലം തോറും, എല്ലാ സ്ഥലത്തും ബാസ് സേ ബനെ ഹുയെ, മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡസ്റ്റ്ബിൻ ലഗായെ ഗയെ ഹെ, ഡസ്റ്റ്ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. महिला, पुरुष और बच्चों समेत किसी भी गाँव वाले, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന ഏതൊരു ഗ്രാമവാസിയാണെങ്കിലും അഗർ കഹി ഗന്ദഗി നസറായി തോ, എവിടെയെങ്കിലും മാലിന്യം, ഗന്ദഗി കണ്ണിൽപ്പെട്ടാൽ, നസറാന എന്ന് പറഞ്ഞാൽ കണ്ണിൽപ്പെടുക എന്നാണ്, അതായത് കാണുക. ഗന്ദഗി നസറായാൽ എന്ത് ചെയ്യുന്ന പറയുന്നത്? വേ ഫൗറൻ സഫായി മേ ലഗ് ജാത്തേ ഹെ, അവരെ തുരന്ത്, ഫൗറൻ എന്ന് പറഞ്ഞാൽ തുരന്ത്, ഏറ്റവും പെട്ടെന്ന് അവരെന്ത് ചെയ്യുന്നത്? വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. സഫായിക്ക് പ്രതി ഉൻകി ജാഗരൂകത കാ അന്ദാസ, സഫായി, വൃത്തിയോടുള്ള അവരുടെ ഒരു ജാഗരൂകത, അവയർനെസിന്റെ ഒരു അവബോധം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. തും ഇസ് ബാത് സേ ലഗാ സക്തേ ഹോ കി അഗർ സഡക് പർ ചലത്തെ ഹുയെ ഉन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं फिर आगे बढ़ते हैं. അപ്പോൾ നടന്നു പോകുമ്പോൾ വഴിയിൽ എവിടെയെങ്കിലും മാലിന്യം കണ്ടാൽ, കച്ചറ നസറായേത്തോ, അവരാദ്യം എന്ത് ചെയ്യും? പെഹലെ കച്ചറേക്കോ ഡസ്റ്റ്ബിൻ മേ ഡാൽത്തെ ഹെ, ആദ്യം മാലിന്യം ഡസ്റ്റ്ബിനിൽ നിക്ഷേപിക്കും, എന്നിട്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. യഹാം ലോഗ് അപ്നെ ഘർ സേ നിക്കൽനെ വാലെ कूड़े कचरे को भी डस्टबिन में जमा करते हैं और फिर उसे एक जगह इकट्ठा कर खेती के लिए खाद की तरह इस्तेमाल करते हैं. അവരവരുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളും ഇവരെന്ത് ചെയ്യുന്നു? ഇതുപോലെ ഡസ്റ്റ്ബിന്നുകളിൽ ശേഖരിച്ച് പിന്നീട് ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചതിന് ശേഷം ഇക്കട്ടാക്കരണം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു കൊണ്ടുവരിക എന്നാണ്, ഏകത്രിത് കരണം എന്നാണ്. എന്നിട്ട് ഖേത്തി കെ ലിയെ, കൃഷിക്ക് വേണ്ടി, ഖാദ് കി തരഹ്, വളമായിട്ട് ഇസ്തേമാൽ കർത്തെ ഹെ, ഉപയോഗിക്കുന്നു. ഐസ കഹാ ജാത്താ ഹെ കെ, ഇങ്ങനെ പറയപ്പെടുന്നു. എന്താണ്? 130 साल पहले, 130 വർഷങ്ങൾക്ക് മുൻപ്, ഇസ് ഗാവ് കോ ഹേജെ കി ബീമാരിനെ ബുരി തരഹ് സേ ജക്കഡ് ലിയാ ഥാ, ഈ ഗ്രാമത്തെ ഹേജേക്ക് എന്ന് പറഞ്ഞാൽ കോളറയാണ്. കോളറ എന്നുള്ള അസുഖം, കോളറ ജലജന്യമായ രോഗമാണ് നമുക്കറിയാം. ഇപ്പോൾ വൃത്തിയില്ലാത്ത ജലത്തിലൂടെ പടർന്ന കോളറ എന്ന അസുഖം ഈ ഗ്രാമത്തെ വളരെ മോശമായ രീതിയിൽ ബാധിച്ചു. മെഡിക്കൽ സുവിധ ന ഹോനെ കി വജഹ്സെ, മെഡിക്കൽ സൗകര്യങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട്, കി വജഹ്സെ എന്ന് പറഞ്ഞാൽ ഇത് കാരണം. ഇസ് ബീമാരി സേ छुटकारा पाने का एकमात्र उपाय था, ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള, ഛുട്കാര എന്ന് പറഞ്ഞാൽ മോചനം, പാനേക്ക മോചനം നേടാനുള്ള, ഏകമാത്ര ഉപായ്, ഒരേ ഒരു ഉപായം, പോംവഴി എന്തായിരുന്നു? സഫായി കർണ, വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഗാവ് കെ ലോഗോं का मानना है कि, ഗ്രാമത്തിലെ ആൾക്കാർ അവർ വിശ്വസിക്കുന്നത് അല്ലെ പാലിച്ചു പോരുന്ന ഒരു കാര്യം എന്താണ്? ഹമാരെ പൂർവജോംനെ കഹാ ഥാ കി, അവരുടെ പൂർവികർ പറഞ്ഞിരുന്നു, തും സഫായി കെ സരിയേ ഹി ഖുദ് കോ ബച്ചാ സക്തേ ഹോ, നിങ്ങൾക്ക് വൃത്തിയിലൂടെ മാത്രമേ നിങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഫിർ ചാഹെ, അതുകൊണ്ട് തന്നെ പിന്നീട് അത്
ഖാന ഹോ ഭക്ഷണം ആവട്ടെ, ഘർ ഹോ വീടാവട്ടെ, ജമീൻ ഹോ നിലമാവട്ടെ, ഭൂമിയാവട്ടെ, ഗാവ് ഹോ ഒരു ഗ്രാമം തന്നെ ആവട്ടെ, അല്ലെങ്കിൽ യാ ഫിർ അപ്ന ശരീർ ഹി ക്യോം ന ഹോ സ്വന്തം ശരീരം തന്നെ ആയിക്കൊള്ളട്ടെ, സഫായി ജറൂരി ഹെ ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ പാഠഭാഗം. ഇതിൻ്റെ ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ കാണാം.